ഓപ്ഷൻ 2 വഴി നോൺ ഗാഡ്മി യൂസറായ ഒരു വ്യക്തിയിൽ നിന്നും ഗാഡ്മിയിൽ കൂടി എങ്ങനെ ഒരു മൊബൈൽ ഫോൺ വാങ്ങാം എന്ന് നോക്കാം. ആദ്യമായി ബൈ ഡിവൈസ് IMEI ചെക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിൽക്കാൻ വന്നിരിക്കുന്ന ഫോണിന്റെ കീപാഡിൽ *#06# എന്ന് ടൈപ്പ് ചെയ്ത് ലഭിക്കുന്ന IMEI ബാർകോഡ് സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ IMEI നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്കാൻ IMEI നമ്പർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിൽക്കാൻ വന്നിരിക്കുന്നയാൾ ഗാഡ്മി യൂസർ അല്ലാന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ബൈ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെൻഡർ വെരിഫൈഡ് ഓപ്ഷൻ പ്രോസസ് ചെയ്യുന്നതിനായി വെൻഡർ വെരിഫൈഡ് ബട്ടൺ ഓൺ ആക്കുക. ഇവിടെ വന്നിരിക്കുന്ന വ്യക്തിയെ വെൻഡറാണ് വെരിഫൈ ചെയ്യുന്നത്. ഗാഡ്മി വെരിഫിക്കേഷൻ പ്രോസസ് ഇവിടെ നടക്കുന്നില്ല. അതായത് ID വെരിഫിക്കേഷൻ പ്രോസസ് ഇവിടെ നടക്കുന്നില്ല. ആയതിനാൽ കടക്കാരൻ സ്വന്തം റിസ്കിലായിരിക്കും ഗാഡ്മി വഴി വിൽക്കാൻ വന്നിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഡിവൈസ് എടുക്കുന്നത്. ഗാഡ്മിയിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കടക്കാർ നിലവിൽ എടുക്കുന്ന തെളിവുകൾ ഡിജിറ്റലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. ഗാഡ്മിയുടെ ഓപ്ഷൻ വഴി എടുക്കുന്ന ഡിവൈസസുകളുടെ തെളിവ് എക്കാലത്തും ഗാഡ്മി ക്ലൗഡിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇത് വർഷങ്ങൾക്ക് ശേഷവും കടക്കാർക്ക് ലഭിക്കുന്നതാണ്. ഓപ്ഷൻ 1 വഴി ഫോൺ എടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഗോ ബാക്ക് ടു സേഫ്റ്റി എന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം പ്രൊസീഡ് എനിവേ I അക്സെപ്റ്റ് ഓൾ റിസ്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ ഫിൽ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിലുകളും ഓപ്ഷണൽ ആണ്. അതായത് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, അല്ലാത്ത പക്ഷം ഒഴിവാക്കാം. ഇവിടെ ഓപ്ഷൻ 1-ലുള്ളതുപോലെ മൊബൈൽ നമ്പറോ വന്നിരിക്കുന്ന വ്യക്തിയോ വെരിഫൈ ചെയ്യപ്പെടുന്നില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകൾ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഡിവൈസ് ഇമേജ്, സെല്ലർ ID, ഡിവൈസ് IMEI എന്നിവ കടക്കാരന് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഓപ്ഷൻ 2 വഴി വിൽക്കാൻ വന്നിരിക്കുന്ന വ്യക്തിയുടെ യാതൊരു തെളിവുകളും എടുക്കാതെ ഡിവൈസ് ഗാഡ്മിയിൽ ആഡ് ചെയ്തിരിക്കുകയാണ്, പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഹോം സ്ക്രീനിൽ ഡിവൈസ് കാർഡിൽ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ഇൻഫോ കാണാവുന്നതാണ്. ഡിവൈസ് ഹിസ്റ്ററിയിൽ ഓണർ ഇൻഫോ വളരെ ചുരുങ്ങിയതാണ്. കാരണം വെൻഡർ അവരുടെ റിസ്കിലാണ് ഈ പറയുന്ന ഡിവൈസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗാഡ്മി ഒരു എഗ്രിമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. കാരണം ഇവിടെ വിൽക്കാൻ വന്നിരിക്കുന്ന വ്യക്തി വെരിഫൈഡ് അല്ല. വെരിഫൈഡ് ആയിട്ടുള്ള കടക്കാരനും വ്യക്തിയും തമ്മിലുള്ള ട്രാൻസാക്ഷന് മാത്രമേ ഗാഡ്മി എഗ്രിമെന്റ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. വെരിഫൈഡ് അല്ലാത്ത ഒരു ട്രാൻസാക്ഷനും ഗാഡ്മി പ്രോത്സാഹിപ്പിക്കുകയോ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 തിരഞ്ഞെടുത്ത് സുരക്ഷിതമായി ട്രാൻസാക്ഷൻസ് നടത്തുക.